കാശിനാഥൻ ഭാഗം 5. രചന അവതരണം ദിവ്യരാജ്. കണ്ണേട്ടാ, ഓയ് ഞാനും വരാ. എനിക്ക് പേടിയാട്ടോ. ഇങ്ങനെ പകുതിയിൽ ഉപേക്ഷിച്ച് പോയേക്കല്ലേ. ചെറിയ കുട്ടിയെപ്പോലെ കൊഞ്ചിക്കൊണ്ട് അവന് പിന്നാലെ നടന്നു വൈശു. പോയ അതേ വഴിയിലൂടെ തിരികെ വന്നവൻ നേരെ റൂമിലേക്ക് ചെന്നു. കട്ടിലിന് മുകളിൽ കയറിയിരുന്നു കൊണ്ട് തലയും താങ്ങിയിരുന്നു. വൈശു അവനടുത്തായി വന്നു അവൻ്റെ തോളിൽ ചാഞ്ഞു. ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി കാശി. എന്ത് നോവാ എൻ്റെ കണ്ണേട്ടനെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നത്? എന്ത് വേദനയാ ഒറ്റയ്ക്ക് തിന്ന് സ്വയം ഇല്ലാണ്ടാവണത്? പറഞ്ഞൂടെ എന്നോടെങ്കിലും? അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അലിവോടെ നോക്കിയവൾ. അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി കാശിനാഥൻ. തെറ്റിതിരുത്താനുള്ള മനസ്സോടെ ടീച്ചറിന് മുന്നിൽ അനുസരണയോടെ ഇരിക്കുന്ന കുഞ്ഞു ചെക്കനായി തോന്നി അവൾക്കവൻ. പറയ്, എന്തായി നെഞ്ചിലെ ഇത്രമാത്രം അലട്ടണത്? തൻ്റെ മാറിലേക്ക് അവൾ അവനെ ചേർത്തു. അനുസരണയുള്ള കുഞ്ഞിനെപ്പോലെ അവളുടെ മാറിൽ മുഖമമർത്തിയവൻ. ഒരമ്മയെപ്പോലെ അവൾ അവൻ്റെ നെറുകിൽ തഴുകി. മാറിൽ അവൻ്റെ കണ്ണുനീർ വീണതറിഞ്ഞതെ മുഖം പിടിച്ചു മാറ്റി നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കാഴ്ച വല്ലാതെ വേദനിപ്പിച്ചവളെ. ഞാൻ ആരുമില്ലാത്തവനാ വൈശു. എനിക്ക് ആരുമില്ല. ആരും എൻ്റെയല്ല. കുഞ്ഞിനെപ്പോലെ വിതുമ്പുന്നത് കണ്ടതേ അന്താളിപ്പായിരുന്നവളിൽ. അറിയാം നീ എന്നെ ദ്രോഹിക്കില്ലെന്ന്. അച്ചമ്മയാ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടി വരുത്തിയതെന്ന്. പക്ഷെ പേടിയാ, നീയും എന്നെ സ്നേഹിച്ചാൽ നിന്നെയും എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് വിതുമ്പലടക്കി പറഞ്ഞവൻ. എന്താ ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ? അലിവോടി നോക്കിയവൾ ആ മുഖത്തേക്ക്. എന്തൊക്കെയോ അവന് തന്നോട് പറയാനുള്ളതുപോലെ തോന്നി. അത് അങ്ങനെയാ. വീണ്ടും അവളുടെ മാറിലേക്ക് വീണവൻ. അച്ഛൻ പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അയാൾക്ക് വിശ്വാസം അവരെയാ. ഞാൻ അത്രയും പറഞ്ഞതിന് ശേഷം ഒന്ന് നിർത്തിയവൻ. എന്തേ നിർത്തിക്കളഞ്ഞേ? പറഞ്ഞൂടെ? ഈ മനസ്സിലെ ഭാരം എന്തായാലും പറഞ്ഞു തീർക്കണം. മനസ്സൊന്ന് ശാന്തമാവട്ടെ. അവൻ്റെ നെറുകിൽ വീണ്ടും തഴുകിയവൾ. പെട്ടെന്ന് ബോധം വീണ്ടെടുത്ത പോലെ അവളിൽ നിന്നും അകന്നു മാറിയിരുന്നു കാശിനാഥൻ. വേണ്ട, എന്നെ സ്നേഹിക്കണ്ട. നീ എന്നല്ല, ആരും എന്നെ സ്നേഹിക്കണ്ട. ഇന്നത്തെ പോലെ അടുക്കാൻ നോക്കണ്ട ഇനി ഒരിക്കലും. എനിക്കിഷ്ടമല്ല, ആരെയും വിശ്വാസമല്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. അത് മതി. ചാടിപ്പിടച്ചെഴുന്നേറ്റുകൊണ്ട് പുലമ്പിയവൻ. പെട്ടെന്നുള്ള അവൻ്റെ മാറ്റം കണ്ടതേ വൈശു അമ്പരന്നു. എന്താ കണ്ണേട്ടാ ഇതൊക്കെ? എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നേ? ആരെങ്കിലും പേടിക്കുന്നുണ്ടോ കണ്ണേട്ടൻ? എന്താന്ന് പറയ്. അവൻ്റെ കയ്യിൽ പിടിമുറുക്കിയവൾ അവളുടെ കൈ പിടിച്ച് ബലമായി മാറ്റിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. പിന്നാലെ പോയില്ല. തൻ്റെ കൺവട്ടത്ത് തന്നെയല്ലേ എന്ന ആശ്വാസം. കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്നോട്ടെ എന്ന് കരുതി. കണ്ണേട്ടൻ ഇത്രമാത്രം നീറി ഒടുങ്ങുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായ കാര്യമല്ല. അത്രമാത്രം ആ മനസ്സ് തകർന്നിട്ട് ഉണ്ടാവണം. എന്തായാലും അതറിയണം. അറിഞ്ഞാലേ ആ വേദനയ്ക്ക് ആശ്വാസമാകാൻ എനിക്ക് കഴിയൂ, അവൾ ഓർത്തു. പതിവ് പോലെ അതിരാവിലെ ഉണർന്നു വൈശു. വയറിൽ എന്തോ ഭാരം കയറ്റിവെച്ച പോലെ തോന്നിയതേ കണ്ണുകൾ അവിടേക്ക് പാഞ്ഞു. അരയിൽ ചുറ്റിയ അവൻ്റെ കൈകൾ കണ്ടതേ അമ്പരപ്പായിരുന്നു ആദ്യം. തൻ്റെ കഴുത്തിടുക്കിൽ പതിയുന്ന അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂടറിഞ്ഞതേ മെല്ലെ ചരിഞ്ഞു നോക്കി. കഴുത്തിലായി മുഖം ചേർത്ത് വെച്ച് ശാന്തമായി ഉറങ്ങുന്നവനെ തന്നെ നോക്കിയവൾ. ആദ്യമുണ്ടായിരുന്ന ഭയമോ വെറുപ്പോ ഒന്നുമില്ല തനിക്കിപ്പോൾ കണ്ണേട്ടനോട്. ആ കണ്ണുനീര് കണ്ടതിനാലാവും, ആ നെഞ്ചിലെ വേദന അറിഞ്ഞതിനാലാവും ചേർത്ത് പിടിക്കാനും സ്നേഹം പകർന്ന് കൂടെ നിൽക്കാനും തോന്നുന്നത്. ഓർത്തതേ മെല്ലെ ചെരിഞ്ഞ് അവൻ്റെ നെറുകിൽ ചുണ്ടുകൾ ചേർത്തു. അവളുടെ ചുംബനം അറിഞ്ഞ പോലെ ഞെട്ടി എണീറ്റവൻ. തൻ്റെ തൊട്ടടുത്ത് അവളെ കണ്ടതേ പിടപ്പോടെ അവളെ തള്ളി മാറ്റി എണീറ്റു. ഇത്രയും നേരം എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ. ഞാനൊന്ന് ഉമ്മ വെച്ചപ്പോൾ പൊള്ളിയോ നിങ്ങൾക്ക്? കുറുമ്പോടെയുള്ള അവളുടെ ചോദ്യത്തിന് രൂക്ഷമായ നോട്ടമായിരുന്നു മറുപടി. ഇങ്ങനെ നോക്കുവാണേൽ ഞാൻ ദഹിച്ചു പോകൂട്ടോ കാശിനാഥ, ചെറുചിരിയോടെ പറഞ്ഞു. അതൊന്നും വകവയ്ക്കാത്ത പോലെ ഗൗരവത്തോടെ ടവലുമെടുത്ത് ബാത്റൂമിലേക്ക് നടന്നവൻ. രാവിലെ തുളസിത്തറയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന തുളസി ചെടിക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു വൈഷ്ണവി. ഗേറ്റ് തുറക്കുന്ന വലിയ ശബ്ദം കേട്ടതെ മെല്ലെ തിരിഞ്ഞു നോക്കിയവൾ. ആനന്ദും പ്രിയയും ജോഗിങ് കഴിഞ്ഞ് വരികയായിരുന്നു. അവളെ കണ്ടതെ ചെറുചിരിയോടെ രണ്ടാളും അവൾക്കരികിലേക്ക് ചെന്നു. ഹായ് വൈശു, ഗുഡ് മോർണിംഗ്. പ്രിയ കുനിഞ്ഞ് മുട്ടിൽ കൈയമർത്തി നിന്ന് കിതപ്പാറ്റി. തളർന്നോ പ്രിയേച്ചി? ചെറുചിരിയോടെ ചോദിച്ചവൾ. ആ, തളർന്നു. അരയ്ക്ക് കൈ ചേർത്ത് നിവർന്നു നിന്നവൾ. കാശി, അവൻ എണീറ്റോ മോളെ? ആനന്ദ് ചെറിയ മടിയോടെ ചോദിച്ചതേ. എണീറ്റു. കൂപ്പിലേക്ക് പോവാൻ റെഡിയാവാ. മോളെ, നിനക്ക് അവനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അഥവാ കഴിയുന്നില്ലെന്ന് തോന്നിയാൽ ആരെയും നോക്കണ്ട, നിന്റെ ലൈഫ് നോക്കണം. എൻ്റെ അനുജന കാശി. അവൻ നല്ലതായി കാണണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നശിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഒരുത്തനെ നേരെയാക്കാനായി നിന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാനാവില്ല. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. നറുപുഞ്ചിരിയോടെ കേട്ടുനിന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ലവൾ. വൈശു, താൻ സ്കൂളിൽ പോകുന്നത് ഇനി എന്ന് മുതലാ? പ്രിയയുടെ ചോദ്യമെത്തിയ അന്നേരം. തിങ്കളാഴ്ച മുതലാ ചേച്ചി.
വൈഷു, ആനന്ദ് പറഞ്ഞതുപോലെ ഒന്നിനു വേണ്ടിയും തൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്യരുത്. തനിക്ക് എന്ത് സഹായത്തിനും ഞാനുണ്ടാവും, ഒരു ചേച്ചിയുടെ സ്ഥാനത്ത്. കേട്ടോ? പ്രിയ അവളുടെ കയ്യിൽ പിടിച്ചു. അവരൊക്കെ തനിക്കൊപ്പം ഉണ്ടെന്ന് പറഞ്ഞത് ഒരാശ്വാസമായി തോന്നി വൈഷുവിന്. അതുവരെ ഉണ്ടായിരുന്ന ഒറ്റപ്പെട്ട പോലൊരു തോന്നൽ അവളിൽ നിന്ന് അകന്നിരുന്നു. രണ്ടാളും പോയി കഴിഞ്ഞതും തലയിൽ കെട്ടിയിരുന്ന ടവൽ അഴിച്ചെടുത്ത് അയ്യയുടെ ഒരു ഭാഗത്തിട്ടു. അകത്തേക്ക് കയറാൻ തുടങ്ങിയതും സാവിത്രി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവരുടെ പുച്ഛത്തോടെയുള്ള നോട്ടം അവഗണിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങിയതേ അവരവളെ തടഞ്ഞു. എന്തിനുള്ള പുറപ്പാടാ? അവൻ്റെ അച്ചമ്മ പറഞ്ഞ വിഡ്ഢിത്തവും കേട്ടുവെച്ച് അവനെ നന്നാക്കി കളയാമെന്നാണോ നിന്റെ വിചാരം? ചുണ്ടുകോട്ടിയൊന്ന് ചിരിച്ചവർ. അവരെ തന്നെ നോക്കി നിന്നു വൈഷ്ണവി. അവർ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാനായി. കാശി ഒരിക്കലും മാറില്ല. ഈ ജന്മം അവൻ നിന്റെ സ്വന്തമാവില്ല. നീ എന്നല്ല, ഒരു പെണ്ണിനെയും സ്നേഹിക്കാനോ കുടുംബം നടത്താനോ അവന് കഴിയില്ല. അതിനുവേണ്ടി കാത്തിരിക്കണ്ട. പെട്ടിയും പ്രമാണം എടുത്ത് ഇന്നേ പോയാൽ നിനക്ക് ഈ നല്ല പ്രായത്തിൽ മറ്റാരുടെയെങ്കിലും കൂടെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. അവന് വേണ്ടി കാത്തിരിക്കാനാണ് ഭാവമെങ്കിൽ ഈ ജീവിതകാലം അത്രയും തുടരേണ്ടി വരും. പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു മുകളിലേക്ക് നടന്നു കയറിയവർ. അവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്ന് ചികയുമായിരുന്നു വൈഷ്ണവി അന്നേരം. എന്നാലും സാവിത്രിയമ്മ എന്താവും അങ്ങനെ പറഞ്ഞത്? കുടുംബം നടത്താൻ കഴിയില്ലെന്നൊക്കെ പറയുമ്പോൾ ഇനി അങ്ങനൊന്നും ആവില്ല. കണ്ണേട്ടൻ്റെ സ്വന്തം അമ്മയല്ലല്ലോ അവർ. ഭർത്താവിൻ്റെ ജാരസന്തതിയെ വെറുപ്പാവും, ആ ദേഷ്യമാവും ഇങ്ങനെയൊക്കെ പറഞ്ഞു തീർക്കണത്. ഒരു ദീർഘനിശ്വാസത്തോടെ ഓർത്തവൾ കണ്ണനുള്ള ഇഡലി സാമ്പാർ ഒരു പ്ലേറ്റിലാക്കി അടച്ചു വെച്ചു. പെട്ടെന്ന് ഒരു കുസൃതി തോന്നിയ പോലെ വീണ്ടും പ്ലേറ്റ് തുറന്ന് 2 ഇഡലി കൂടി അതിലേക്ക് എടുത്തു വെച്ച് പഴയതുപോലെ അടച്ചു വെച്ചു. കുളി കഴിഞ്ഞ് തലയും തുവർത്തി ബാത്റൂമിൽ നിന്നും ഇറങ്ങിയതും വൈഷ്ണവി റൂമിലേക്ക് ചെന്നതും ഒരുമിച്ചായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതെ ഒന്ന് തിരിഞ്ഞു നോക്കിയവൻ അവളാണെന്ന് കണ്ടതും കാണാത്ത പോലെ തിരിഞ്ഞു കളഞ്ഞു. ആഹാ, അത്രയ്ക്കായോ? അങ്ങനെ വിടുന്നില്ലല്ലോ. ചെറുചിരിയോടെ മെല്ലെ പിന്നിലൂടെ ചെന്നവനെ ചുറ്റിപ്പിടിച്ചവൾ. പെട്ടെന്നൊന്ന് ഞെട്ടി കാശിനാഥൻ. അതേ നിൽപ്പ് തുടർന്നു. നിന്നോട് പറഞ്ഞതാ ഒന്നും വേണ്ടാന്ന്. വെറുതെ മോഹം തന്നിട്ട് വേണ്ട ഒന്നും, പറഞ്ഞു നിർത്തിയവൻ. ഇങ്ങനെ വാലിമുറിയുമില്ലാതെ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ കാശിനാഥ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേ മുഖത്തോട് മുഖം നോക്കി പറഞ്ഞേക്കണം. അവൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നവൾ. ഒന്ന് ഊതിയേ, ഇന്ന് കുടിച്ചൊന്ന് നോക്കട്ടെ. അവൻ്റെ തോളിലൂടെ കൈയിട്ട് കൊഞ്ചലോടെ. കുഞ്ഞൊരു ചിരി അവൻ്റെ ചുണ്ടിൽ മിന്നി മാഞ്ഞന്നേരം. ഡേ ദേവി, മഴ പെയ്യൂലോ. ഡേ കാശിനാഥൻ ദേ ചിരിക്കണു. എളിക്ക് കൈയും കൊടുത്ത് പറഞ്ഞത് പെട്ടെന്ന് മുഖമങ്ങ് തിരിച്ചവൻ. നിനക്കിപ്പോ എന്താ വേണ്ടത്? കുറച്ച് കടുപ്പത്തിൽ ചോദിച്ച്. എന്ത് ചോദിച്ചാലും തരവ് കാശിനാഥ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയവൾ. മാറി നിക്കടി അങ്ങോട്ട്. ഒരുമ്പിട്ട് ഇറങ്ങിയേക്കുക. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. ചീറിക്കൊണ്ട് അവളെ പിടിച്ചു മാറ്റിയവൻ. അങ്ങനെയൊന്നും മാറിപ്പോവില്ല ഈ വൈഷ്ണവി. ഞാനേ കാശിനാഥൻ്റെ പെണ്ണ. കുറുമ്പൊട്ടും കുറയ്ക്കാതെ അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് തോളിൽ തലചായ്ച്ചു. മെല്ലെ മെല്ലെ അവൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടി ആ നെഞ്ചിലെരിയുന്ന കനൽ എന്താണെന്ന് അറിയുകയായിരുന്നു അവളുടെ ലക്ഷ്യം. ബലം പ്രയോഗിച്ച് അവളെ പിടിച്ചു മാറ്റിയവൻ വേഗം ടേബിളിനു കീഴിലെ കാട്ടൻ പെട്ടിയെടുത്ത് പതിവ് പോലെ കുപ്പി കയ്യിലെടുത്തുകൊണ്ട് എഴുന്നേറ്റു. തുറക്കാൻ തുടങ്ങിയതും വൈഷു ഓടി വന്ന് അത് പിടിച്ചു വാങ്ങിയിരുന്നു. അവൾ തന്നെ അത് പെട്ടെന്ന് തുറന്നു. അമ്പരപ്പോടെ അവളെ നോക്കുമായിരുന്നു കാശി. ഇന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. ഞാനും കമ്പനി തരാം കാശിനാഥന്. പറഞ്ഞുകൊണ്ട് മൂടി തുറന്ന് വായിലേക്ക് കമഴ്ത്താൻ തുടങ്ങിയതേ അവനത് പിടിച്ചു വാങ്ങി. എന്ത് ഭ്രാന്താടി കാട്ടുന്നേ? ദേ ഓവർ സ്മാർട്ടായാലുണ്ടല്ലോ. അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. അത് ശരി, ഞാൻ കുടിച്ചാൽ ഭ്രാന്ത്, അപ്പൊ പിന്നെ നിങ്ങൾ കുടിച്ചാലോ? കൂർപ്പിച്ചു നോക്കിയവൾ. ഇത് വലിയ ശല്യമായല്ലോ. പിറുപിറുത്തുകൊണ്ട് മദ്യക്കുപ്പിയെടുത്ത് റാക്കിന് മുകളിലേക്ക് എടുത്തു വെച്ചിട്ട് താഴേക്ക് നടന്നവൻ വടക്കേപ്പുറത്തെ തിണ്ണയിൽ കൈ കഴുകി പ്രാതൽ കഴിക്കാനായി വന്നിരുന്നു കാശിനാഥൻ. മോളെ, കണ്ണൻ കുഞ്ഞ് വന്നിരിക്കുക. നേരത്തെ എടുത്തു വെച്ചത് കൊണ്ടുപോയി കൊടുക്ക്. വിലാസിനി പറഞ്ഞത് കേട്ടതെ പെട്ടെന്ന് നേരത്തെ പ്ലേറ്റിൽ എടുത്തു വെച്ചതും ഒരു വലിയ ഗ്ലാസ്സിൽ ചായയുമായി അവൻ്റെ അടുത്തേക്ക് ചെന്നു. മുരടനക്കിയതും അവൻ തിരിഞ്ഞു നോക്കി. അവളെ കണ്ടത് ഷോ ഇവളോ എന്ന ഭാവത്തിൽ നെറ്റി ഒഴിഞ്ഞുകൊണ്ട് തിരിഞ്ഞിരുന്നവൻ പ്ലേറ്റ് കൊണ്ടുവന്ന് അവൻ്റെ നേരെ നീട്ടിയതെ കൈ നീട്ടി വാങ്ങി. അവൾക്ക് മുഖം കൊടുക്കാതെ തന്നെ മെല്ലെ മൂടി തുറന്നു. ഇതൊരുപാടുണ്ടല്ലോ, ഞാൻ ഇത്രയും കഴിക്കില്ല. 2 ഇഡലി മതി എനിക്ക്. മുഖം കുനിച്ചിരുന്നു പറഞ്ഞു. അതെ, അത് മുഴുവൻ കാശിനാഥന് ഒറ്റയ്ക്ക് തീർക്കാനുള്ളതല്ല, പകുതി ഈ ജീവന്റെ പാതിക്ക്. പറഞ്ഞുകൊണ്ട് അവൻ അരികിലായിരുന്നവൾ പ്ലേറ്റിൽ നിന്ന് കഴിക്കാനായി തുടങ്ങിയതും പ്ലേറ്റ് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞവൻ ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകി കാശിനാഥൻ്റെ. അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് കരുതിയില്ല വൈഷ്ണവിയും ചെറുതായൊന്ന് വിറച്ചുപോയി. പകപ്പോടെ അവനെ മുഖമുയർത്തി നോക്കിയത് അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഇരുന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റു. കുനിഞ്ഞ് അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. കണ്ണേട്ടാ, വേണ്ട, എന്നെ വിട്. എല്ലാവരും ഹാളിലിരിപ്പുണ്ട്, പ്ലീസ്. ഭയത്താൽ നേർത്തുപോയി അവളുടെ സ്വരം. അതൊന്നും ശ്രദ്ധിക്കുക കൂടി ചെയ്യാതെ അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നവൻ. കണ്ണേട്ടാ പ്ലീസ്. ആളിനടുത്തെത്തിയതും സർവ്വശക്തിയും എടുത്ത് പിടിച്ചു നിൽക്കാൻ നോക്കിയവൾ.
അവൾ പിന്നിലേക്ക് ബലം പ്രയോഗിച്ചതും തിരിഞ്ഞു രൂക്ഷമായി നോക്കിയവൻ. കണ്ണേട്ടാ വേണ്ട പ്ലീസ്, ദയനീയമായി അവനെ നോക്കിയവൾ. അതൊന്നും വകവയ്ക്കാതെ വലിച്ചിഴച്ച പോലെ എല്ലാവരുടെയും മുന്നിൽ കൂടി അവളെ മുകളിലേക്ക് കൊണ്ടുപോയി. ഒരു നിമിഷം എല്ലാവരും സ്തബ്ധരായി നോക്കി നിന്നു. കണ്ണാ മോനെ, എന്താ കാര്യം? മോളെ വിട്ടേക്ക്, ശാരദാമ്മ വിളിച്ചു ചോദിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു. പ്രിയയും ആനന്ദും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. ശ്രീ പുച്ഛം കലർന്ന ചിരിയോടെ ചന്ദ്രനെ നോക്കി. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ചന്ദ്രു, ഒന്നും വേണ്ടെന്ന്. ആ പെണ്ണിന്റെ ഭാവി കൂടി നശിച്ചെന്ന് ഉറപ്പിച്ചാൽ മതി. എപ്പോഴാ അവന് ഭ്രാന്ത് വീണ്ടും വരുന്നതെന്ന് അറിയില്ല. കരുതിയിരുന്നോ താൻ? പകയോടെ പറഞ്ഞതേ അവരെ തന്നെ തുറച്ചു നോക്കി ചന്ദ്രൻ. നോക്കി പേടിപ്പിക്കണ്ട ചന്ദ്രു, ഞാൻ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടെന്ന്. ഇനി വരാൻ പോകുന്നതൊക്കെ കാത്തിരുന്നോ താൻ? അവരുടെ സംസാരം വല്ലാതെ ചൊടിപ്പിച്ചു അയാളെ. എങ്ങനെ കഴിയുന്നടി നിനക്കിങ്ങനൊക്കെ ചിന്തിക്കാനും പറയാനും? നീ പ്രസവിച്ചില്ലെങ്കിലും അവൻ അമ്മയെന്ന് വിളിച്ചത് നിന്നെയല്ലേടി? നിറ കണ്ണോടെ ചോദിച്ചത്. അവന്റെ തള്ളയും അവനും കാരണം എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും ഈ ജന്മം തിരിച്ചു കിട്ടില്ലല്ലോ ചന്ദ്രു. അവരത് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയയാൾ വാതിൽ വലിച്ചു തുറന്ന് റൂമിനകത്തേക്ക് കൊണ്ടു ചെന്ന പാടെ വൈഷ്ണവിയെ കട്ടിലിലേക്ക് വലിച്ചിട്ടു കാശിനാഥൻ. ഉമിനീരിറക്കിക്കൊണ്ട് അവനെ ഭീതിയോടെ മുഖമുയർത്തി നോക്കി വൈഷ്ണവി. തുടരും. വായിക്കുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും എന്നെ കൂടെ നിൽക്കണം, ഷെയർ ചെയ്യണം. എല്ലാവരും എൻ്റെ കഥയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ പറയണേ. താങ്ക്